നമസ്കാരം. നമ്മളിപ്പോൾ ബ്രില്യന്റിൽ നിന്ന് നമ്മുടെ എക്സാമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒരു പേരന്റിനോട് ചോദിച്ചറിയാൻ വേണ്ടി വന്നേക്കുവാണ്. നമുക്ക് ചോദിക്കാം. സാറിന്റെ പേരെന്താണ്? മോനാണോ മോളാണോ? മോളാണ്. എവിടെന്നാ വരുന്നത്? കാഞ്ഞിരപ്പള്ളി. മോളെ എവിടെയാണ് പഠിക്കുന്നത്? ബ്രില്യന്റിൽ തന്നെയാണ്. ബ്രില്യന്റിൽ തന്നെയാണ് പഠിച്ചത്. നോർമൽ ബാച്ചിലായിരുന്നു പഠിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ എൻട്രൻസിന്റെ വന്നപ്പോഴത്തേക്കും? എൻട്രൻസിന്റെ 12 മണിയായി. 12 മണി. കുഴപ്പമില്ല, വന്ന് കയറി വൈഫാണ് മോളെ കയറ്റി വിട്ടത്. കുഴപ്പമില്ലായിരുന്നു. എത്ര മണി തൊട്ടായിരുന്നു എൻട്രൻസ് പറഞ്ഞിരുന്നത്? 11:30 to 1:30. അതിന് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല, ഒന്നുമില്ല. സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യങ്ങളിലും ഒന്നും ഇല്ല. എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ്. എല്ലാം നേരത്തെ സെറ്റ് ആക്കിയിട്ടാണ്. നേരത്തെ നമ്മളിപ്പം ബ്രില്യന്റിൽ നിന്ന് ഡയറക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്നും പിന്നെ പത്രം വഴി കുട്ടിയുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കുഴപ്പമില്ല. അവർക്ക് സമയം കിട്ടിയില്ല. ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇതായിട്ടുണ്ട് 20% ഫിസിക്സ്. കുഴപ്പമില്ല, നമ്മള് സപ്പോർട്ട് ചെയ്തു. ഒരു ഓവർലോഡ് +2 ഒരു ഓവർലോഡ് ആണല്ലോ ഇപ്പോഴത്തെ നീറ്റ്. കാരണം 1 year റിപ്പീറ്റ് ചെയ്ത് ബാച്ച് വളരെ വെൽ പ്രിപ്പയർഡ് ആണ്. അവര് വരുന്നതിനോടൊപ്പം +2 നല്ല മാർക്ക് മേടിക്കുന്നതിനൊപ്പം കോമ്പറ്റീവും പിള്ളേര് പിന്നെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഫോണിൽ നിന്നുള്ള ടാലന്റ് കിട്ടിയാൽ അവര് കയറി വരും. അങ്ങനെ മനസ്സിലാവുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. കുടുംബമുണ്ട്. ചേട്ടാ, നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നാണ്. അപ്പോൾ നീറ്റ് എക്സാം എഴുതാൻ വന്ന കുട്ടികളുടെ പേരന്റ്സിനോടൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ വന്നതാണ്. അപ്പൊ ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം, അതായത് കുട്ടീനെ ഇപ്പൊ കൊണ്ടുവന്ന് ഇപ്പൊ നിങ്ങൾ എത്ര മണിക്കാണ് വന്നത്? എവിടെ വന്നത്? ഞങ്ങള് അരിപ്പറമ്പെന്നാണ് വരുന്നത്. അപ്പോ എത്ര മണിക്കാണ് അവിടെ എത്തിയത്? ഞങ്ങള് 12 മണിയായപ്പോഴത്തേനാണ് വന്നത്. ഇവിടെ വന്നപ്പോഴത്തേനും എൻ്റർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതായത് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും? അവര് പറഞ്ഞു തന്നായിരുന്നല്ലോ, പ്രൂഫായിട്ട് മറ്റേ ആധാറിന്റെ അല്ലെ, ആധാറിന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അത് എടുത്തിട്ട് ബാക്കി ഞങ്ങളെ ഏൽപ്പിച്ചു. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇല്ലില്ല. ആ കൂടി നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു അതായത് ഈ ഒരു കാത്തിരിപ്പിന്റെ ഒരു ചെറിയ മുഷിപ്പ് മാത്രമേ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരണ്ടേ, അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് ഉണ്ടാവും. ദൂരെയുള്ളവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, അല്ലാത്തവർ അടുത്തുള്ളവരൊക്കെ പോയിട്ട് വരുവാണ്. ദൂരെയുള്ളവരെല്ലാവരും ഇവിടെ തന്നെ ഇരിക്കേണ്ടി വന്നതിന്റെ ഒരു മാത്രമല്ല 11 മണിക്ക് എത്തണമെന്ന് അങ്ങനെ വല്ല ഇന്റിമേഷൻ 11:30 തൊട്ട് 1:30 വരെയാണ്. അപ്പൊ ഇതിപ്പോ മറ്റു പേരന്റ്സിനോട് ചോദിച്ചപ്പോഴത്തേന് ചെറിയ കാര്യം പറഞ്ഞ് 11 മണിക്ക് വന്നപ്പോഴേ കയറിയവരുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇന്റിമേഷൻ ഉണ്ടായിരുന്നു. 1:30 വരെ നമുക്ക് എൻട്രി ചെയ്യാമെന്നുണ്ടായിരുന്നു അല്ലേ? അല്ലാണ്ട് ഇത്ര മണിക്ക് മുന്നേ ഗേറ്റ് അടയ്ക്കുന്ന അങ്ങനത്തെ ഉണ്ടായിരുന്നു. ബ്രില്യന്റിന്റെ ചാനലിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ പത്രം നോക്കി, യൂട്യൂബ് നോക്കി, എല്ലാം നോക്കിയിട്ടാണ്. നമ്മുടെ ശിവൻ സാറിന്റെ വീഡിയോയിൽ നമ്മളിത് വ്യക്തമായിട്ട് ടൈമിന്റെ കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ചോദിക്കാൻ കാര്യം വേറെ എന്തെങ്കിലും, അതായത് ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും നമ്മുടെ സ്കൂളിന്റെ ഭാഗത്തുനിന്നോ അങ്ങനത്തെ സെന്ററിന്റെ ഭാഗത്തുനിന്നോ നമുക്ക് എതിരായിട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ലാസ്റ്റ് ഇയറിലൊക്കെ അങ്ങനത്തെ ചെറിയ പരാതികളൊക്കെ നമ്മൾ കേട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇനി അകത്തെ പ്രശ്നമാണെങ്കിൽ ആ പിള്ളേർക്ക് വല്ല കുടിവെള്ളം കൊടുക്കില്ല എന്നുള്ളത് നമുക്കറിയില്ല. അല്ല, ആ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ വേണ്ടി തന്നെയാണ് നമുക്ക് പ്രതികരിക്കാനൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ചോദിക്കും. പിന്നെ നിങ്ങൾക്കൊരു ഇരിക്കാനുള്ള ഒരു സൗകര്യങ്ങളോ അതിന്റെ ഒക്കെ ഒരു ചെറിയ കുട്ടികൾക്കകത്ത് ഞങ്ങൾ തിരക്കി അകത്ത് കുടിവെള്ളമൊക്കെ കുഴപ്പമില്ല. കാരണം നമുക്ക് വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അവർ സെക്യൂരിറ്റി ഞങ്ങൾ വിശ്വസിക്കുന്നു. വെള്ളമുണ്ടോ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ശരിയെന്നോ. താങ്ക് യു. അപ്പൊ എപ്പോഴും ഇവിടെ വന്നേ? രാവിലെ വന്നായിരുന്നോ? അപ്പം വന്നപ്പോ എങ്ങനെയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? പെട്ടെന്ന് നടന്നോ? അതേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയില്ല ചെയ്യും? എല്ലാം കൂളായിട്ട് പോയി. സാർ രാവിലെ ഇവിടെ വന്നായിരുന്നു? 11 മണിയൊക്കെ ആയപ്പോൾ വന്നു. അപ്പോൾ ചെറിയ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. 12:30 മണിയൊക്കെ ആയപ്പോഴാണ് കയറാൻ പറഞ്ഞത്. അതുവരെ അത് കുറച്ച് വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇച്ചിരി അസൗകര്യങ്ങളുണ്ടായിരുന്നു. ചൂടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ചൂടിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. തീർച്ചയായിട്ടും എല്ലായിടത്തും ഉണ്ടല്ലോ. കേരളത്തിൽ മുഴുവൻ ചൂടുണ്ട്. അതിന്റെ ഒരു കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം പ്രൊസീജിയേഴ്സ് എളുപ്പമായിരുന്നോ? പ്രൊസീജിയർ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കുട്ടികളോട് ക്യൂ നിർത്തിയേക്കുമായിരുന്നു. ആ വെയിലത്ത് നിർത്തി അവരെ ഇച്ചിരി വിഷമിപ്പിച്ചു. ഓൾമോസ്റ്റ് 1 മണിക്കൂർ ആ വെയിലത്ത് അവർ ക്യൂ നിൽക്കുകയായിരുന്നു. അപ്പൊ അവർക്ക് വേറെ ഷെയ്ഡൊന്നും ഇല്ല അവിടെ. അപ്പൊ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ പരീക്ഷ എഴുതാൻ പറ്റുന്ന പിള്ളേരെ ഇത്രയും നേരം ഇങ്ങനെ വെയിലത്ത് നിർത്തുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്രയും വലിയ പ്രൊസീജിയർ ഇല്ലാണ്ട് പരീക്ഷയ്ക്ക് കയറ്റുമല്ലേ, നോർമലായിട്ട് കയറ്റി വിടായിരുന്നു. അവരെ നിർത്തി അവരുടെ ഇത്രയും ചെക്കപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനൊരു എൻട്രൻസ് എക്സാം പോലുള്ള ഒരു എക്സാമിന് ഇത്രയും പിള്ളേരെ നിർത്തി കീഴ്ത്തിക്കണമെന്നില്ല. അതും പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റില്ല. അപ്പം അല്ലാതെ ഇപ്പൊ ഒരു ഹാളി കയറ്റി എടുത്തിട്ട് അവർ ചെയ്യുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് ഈ
നമ്മുടെ കട്ടമാക്കി ഈ വെയിലത്ത് നിർത്തിക്കൊണ്ട് എത്ര ചെയ്യേണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇവരുടെ ഒരു പ്രൊസീജിയർ അല്ലേ, ഒരു വിയോജിപ്പ് ടെൻഷൻ ഉണ്ടോ? എനിക്കെന്തിനാ ടെൻഷൻ? കുട്ടിക്ക് ടെൻഷൻ ഇല്ല. കുട്ടി ഇപ്പം ഓൾറെഡി ഇപ്പം ജസ്റ്റ് എക്സാം കഴിഞ്ഞേ ഉള്ളൂ. അപ്പം എന്നോട് ആദ്യം ഒന്ന് എഴുതി നോക്കാം, അത് കഴിഞ്ഞിട്ട് ഒരു കോച്ചിങ്ങിനൊക്കെ പോകാൻ കഴിയില്ല. അപ്പം തന്നെ പഠിച്ചതേ ഉള്ളൂ, അല്ലാതെ കോച്ചിങ് ഓൺലൈനിലൊക്കെ പഠിച്ചതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ കൊണ്ട് വലിയൊരു ടെൻഷൻ്റെ കാര്യമില്ല. അപ്പം ജസ്റ്റ് ഇത് എങ്ങനെയാ പരീക്ഷ എന്ന് അറിയാന്നുള്ള രീതിയിൽ ഇരിക്കുന്നതുകൊണ്ട് റാങ്ക് പ്രതീക്ഷ ഉണ്ടല്ലേ, ഇത് പ്രതീക്ഷ ഉണ്ടല്ലേ, ടെസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.